കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം. സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ സുഗുനോ ഭവന്തുവിലെ യോഗ കൊണ്ടുള്ള ഗുണങ്ങളും യോഗയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഓരോ പ്രത്യേകതകളൊക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മോടൊപ്പം അതായത് യോഗ കൊണ്ടുള്ള മാറ്റങ്ങൾ, യോഗയുടെ ഗുണങ്ങൾ, അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു അതിഥിയെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാം. നമസ്കാരം. മാഡത്തിന്റെ പേരെന്താ? ഞാൻ ദീപ സുനോജ്. എന്ത് ചെയ്യുക? ഞാൻ മീനാക്ഷി വിലാസം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് യോഗയിലേക്ക് കടന്നു വന്നത്? ഓക്കെ, ഞാൻ യോഗയിലേക്ക് കടന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജേണി ആയിരുന്നു. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് വന്ന ഒരു അസുഖമായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് മൈഗ്രെയിൻ വരുന്ന ഒരു ആളായിരുന്നു. 17 വയസ്സ് തൊട്ട് എനിക്ക് മൈഗ്രെയിനൊക്കെ വരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ മൈഗ്രെയിൻ ആണ് എന്ന് കരുതി കണ്ടിന്യൂസ് ആയിട്ട് തലവേദന വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണിക്കാം. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ തന്നെ, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ഒരു MRI എടുത്തപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതൊരു ബ്രെയിൻ ട്യൂമറാണ്, സെക്കൻഡ് സ്റ്റേജിലെത്തിയ ബ്രെയിൻ ട്യൂമറാണ് എന്ന് അറിയുന്നത്. ആ ഒരു ഘട്ടത്തിൽ എല്ലാവരും തകർന്നു പോകുന്ന ഒരു അവസരത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വിത്തിൻ ഡേയ്സ്, അതായത് ഒരു 3-4 ദിവസത്തിനകം തന്നെ സർജറി ചെയ്യണം. സർജറി ചെയ്തില്ലെങ്കിൽ ഫിറ്റ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫിറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ സർജറിക്ക് ഞാൻ അങ്ങ് എത്തിപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ഒരു വലുതായിട്ട് അന്നേരം ഉള്ള ഒരു കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കാനൊന്നും എനിക്ക് അന്നേരം സമയം കിട്ടിയില്ല. പിന്നെ ഉടനെ തന്നെ ആ ഒരു സർജറിയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അപ്പോൾ അത് മാലിഗ്നൻ്റ് ആയിട്ടുള്ള ട്യൂമറായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ റേഡിയേഷൻ എടുത്ത് എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. അന്നേരമാണ് മുടി പൊഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും എനിക്കൊരു ടെൻഷൻ തോന്നിയത്. മറ്റേത് ഞാൻ എന്തായാലും സർവൈവ് ചെയ്യും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. എനിക്കങ്ങനെ മനസ്സിലങ്ങനെ അങ്ങ് തോന്നി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വർഷങ്ങളോളം മെഡിസിൻസ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് അമിതമായിട്ട് വണ്ണം വെക്കാൻ തുടങ്ങി. ഈ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ് മെഡിസിൻസ് ആയിരുന്നു കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വണ്ണം വെക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു സർജറി അല്ലാതെ എനിക്ക് വേറെ 4 സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സർജറി കഴിയുമ്പോഴും എൻ്റെ ബോഡി വെയ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോഡി വെയ്റ്റ് കൂടി വന്ന് അത് ഒരു വിധത്തിലും കുറയ്ക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി. പിന്നെ അതിനോടൊപ്പം തന്നെ എന്നെ പല വിധത്തിലുള്ള അസുഖങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ബോഡി വെയ്റ്റ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അസുഖങ്ങളെന്ന് പറയുമ്പം എനിക്ക് BP ദിവസേന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് മെഡിസിൻ അതിൻ്റെ ഡോസ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നീട് കാലുവേദന, മുട്ടുവേദന, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ, നടുവേദന ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കഷ്ടമെന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചറാണ്. എനിക്ക് പേപ്പർ വാല്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് പേപ്പർ വാല്യൂഷനൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. ഒരു 3 പേപ്പർ നോക്കുമ്പോൾ തന്നെ കഴുത്ത് വേദന വരാൻ തുടങ്ങും, അല്ലെങ്കിൽ മുതുവേദന വരാൻ തുടങ്ങും. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എന്തായാലും ഈ വെയിറ്റ് ഇങ്ങനെ കൂടുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യം വന്നു. അതേപോലെ തന്നെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊന്നും വെയിറ്റ് കുറയുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ജിമ്മിൽ പോയാലോ എന്ന് ആലോചിച്ചത്. ജിമ്മിൽ പോകുന്നത് കുറച്ച് എനിക്കും പേടിയായിരുന്നു, എൻ്റെ ഫാമിലിയിലും എല്ലാവർക്കും പേടിയായിരുന്നത് കൊണ്ട് പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ എന്ന് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടെ സേഫായിട്ടുള്ളതാണ് യോഗ എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പ്രിയ മാഡത്തിൻ്റെ അടുത്ത് യോഗയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ മാഡത്തിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. യോഗയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് മാഡത്തിനോട് സംസാരിച്ചപ്പം തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടി. അതായത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മറ്റേത് ഞാൻ എന്ത് ചെയ്താലും വെയിറ്റ് കുറയുന്നില്ലായിരുന്നു. പക്ഷേ മാഡത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയൊരു ചാൻസ് എങ്കിലും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് യോഗയ്ക്ക് വരാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ദേഹം വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ കൺസിഡർ ചെയ്തില്ല. എന്തായാലും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഹെൽത്തി ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ
ഈ യോഗ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ മാം, അപ്പോൾ മാമിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ശാരീരിക തലത്തിലുണ്ടായി യോഗ ചെയ്തത് കൊണ്ട്? ശാരീരിക തലത്തിലുള്ള പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്കങ്ങനെ ആദ്യം യോഗയൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ മാഡം ചെയ്തു തുടങ്ങിയത്. എൻ്റെ ശരീരത്തിന് പറ്റുന്ന രീതിയിലൊക്കെയാണ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ആ സമയത്ത് കൂടെയുള്ളവരൊക്കെ സൂര്യ നമസ്കാരം ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അതിശയപ്പെടും, ദൈവമേ ഇത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുറേശ്ശെ ദിവസങ്ങൾ കഴിഞ്ഞപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാഡം എന്നെ അതിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുന്നത്, ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച ഒരു കാര്യമായ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ശരീരം നല്ല ഫ്ലെക്സിബിൾ ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. മുമ്പ് എനിക്കെങ്ങും ഇരിക്കാനും ഒന്നും പറ്റത്തില്ല, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. മുട്ടുവേദന മാറി, നടുവേദന മാറി, കാലുവേദന മാറി, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ പേപ്പർ വാല്യുവേഷനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പേപ്പർ നോക്കിയാലും അങ്ങനെ കഴുത്ത് വേദനയോ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യത്തിന് എത്രത്തോളം ഇത് സ്വാധീനിച്ചിട്ടുണ്ട്? മനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ തന്നത് തന്നെ മാഡത്തിനോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആദ്യം അതായത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമെന്ന് തോന്നി തുടങ്ങിയത്. അപ്പോൾ ഈ യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കൂടി. അതായത് മുമ്പൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് തടിയുള്ളത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുള്ളതിൻ്റെ ഇടയിലൊക്കെ പോകുമ്പോൾ അവരെല്ലാം പറയുന്നത്, എന്നെ കാണുമ്പോൾ എല്ലാ ആളുകൾ പറയുന്നത് തടി കൂടി എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാരുടെ ഇടയിലോട്ട് പോകുമ്പോൾ ഇത് കൂടുതൽ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പലതും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് തിരിച്ചാണ്, തടി കുറഞ്ഞല്ലോ, അത് കേൾക്കാൻ തന്നെ സന്തോഷമുണ്ട്. അതെന്തായാലും അതുകൊണ്ട് എനിക്ക് യോഗ നിർത്താനേ തോന്നത്തില്ല, എപ്പോഴും ഇത് കേൾക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് അസുഖങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു. എൻ്റെ BP-യുടെ മെഡിസിനൊക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റി. ബാക്കിയുള്ള ചെറിയ വേദനകൾക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിനും ഒക്കെ കുറയ്ക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതാണ് ഒരു നേട്ടമായിട്ട് തോന്നുന്നത്. പിന്നെ വേറെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് ടെമ്പേർഡായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. മക്കളടുത്തായാലും എല്ലാം പെട്ടെന്ന് എനിക്കങ്ങ് ദേഷ്യം വരുമായിരുന്നു. അത് പ്രത്യേകിച്ച് സർജറിയൊക്കെ കഴിഞ്ഞ സമയത്ത്, റേഡിയേഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വരാൻ തുടങ്ങിയത്. അതൊക്കെ മാറി ഇപ്പോൾ ഈ യോഗയ്ക്ക് വന്നതിന് ശേഷം കുറേ സമാധാനമുണ്ട്. എനിക്ക് അത്ര പെട്ടെന്നൊന്നും ദേഷ്യം വരത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അത് വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഞാൻ പറയാറുള്ളൂ, ചെയ്യാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഒരു സ്റ്റഡി ആയിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യോഗയിലൂടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടായിരിക്കും, ഇനി കടന്നു പോകാനിരിക്കുന്നവരും കാണാം. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് എന്താണ് മാഡം കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? എൻ്റെ ജീവിതം തന്നെ ആൾക്കാർക്ക് ഒരു മെസ്സേജാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും തകർന്നു പോകുമായിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് ഞാൻ ഇപ്പം വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത്. അതിനെ എന്നെ സഹായിച്ച പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യോഗ തന്നെയാണ്. ആ അസുഖങ്ങൾ, അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്ന പല അസുഖങ്ങളും എൻ്റെ ആരോഗ്യത്തെ കവർന്നെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഈ യോഗ എന്ന് പറയുന്ന യോഗ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് എന്തോ ദൈവഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മെഡിസിനെ ആശ്രയിക്കും. പക്ഷേ മെഡിസിൻ കൊണ്ടും പല കാര്യങ്ങൾ നമുക്ക് സുഖപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യോഗ ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മൾ പറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ടെൻഷൻ പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. ആദി വരുമ്പോൾ വ്യാധി വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദി അകറ്റുക, അതായത് നമ്മുടെ ലൈഫിലെ ടെൻഷൻ അകറ്റുക എന്നുള്ളതാണ് പല അസുഖങ്ങളും വരാതിരിക്കാനുള്ള ഒരു മാർഗം. നമ്മുടെ ടെൻഷൻ ഇല്ലാതാക്കാനാണ്
നമ്മൾ യോഗ ചെയ്യുന്നത്. യോഗയിൽ നമ്മൾ ഒരുപാട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ആ മെഡിറ്റേഷൻസ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സന്തുലിതാവസ്ഥയൊക്കെ ഉണ്ടാക്കിയെടുക്കും. മുമ്പൊക്കെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഞാൻ 12 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും 12 പ്രാവശ്യം ചെയ്തല്ലോ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസം 12 പ്രാവശ്യം വീതവും ഒരു ദിവസം 36 പ്രാവശ്യവുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ 36 പ്രാവശ്യം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നിർത്തേണ്ടി വരും എനിക്ക്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ മനസ്സിനെ കാം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ആ സൂര്യ നമസ്കാരം കഴിഞ്ഞ് ചെയ്യുന്ന മെഡിറ്റേഷൻ അതൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ 36 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്തതിൻ്റെ ക്ഷീണമെല്ലാം അങ്ങ് പോകും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പുതിയ ഒരു ആളായിട്ട് തോന്നും. നല്ല ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പലതരം യോഗാസനങ്ങളുണ്ട്. അപ്പോൾ ഈ യോഗാസനങ്ങളൊക്കെ ശരിയായ രീതിയിൽ അതിൻ്റെ ബ്രീത്തിങ് ഒക്കെ കറക്റ്റായിട്ട് ഒരു ട്രെയിനറുടെ കീഴിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങൾക്കും പ്രതിവിധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാം. യോഗ ചെയ്യുന്നതിന് പ്രത്യേക പ്രായമൊന്നുമില്ല. പ്രിയ മാഡത്തിൻ്റെ അടുത്ത് 4 വയസ്സുള്ള കുട്ടികളും ഉണ്ട്, 60 വയസ്സുള്ളവരും 70 വയസ്സുള്ളവരും ഒക്കെയുണ്ട്. അപ്പോൾ അവരെ എല്ലാം അവരുടേതായ രീതിയിലാണ് മാഡം ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം എൻ്റെ ആരോഗ്യം അനുസരിച്ചുള്ള യോഗയാണ് എനിക്ക് ആദ്യം തന്നിരുന്നത്. ഇപ്പോഴാണ് ഞാൻ എല്ലാവരെയും പോലെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതനുസരിച്ച് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അവരുടെ അസുഖങ്ങളനുസരിച്ചും അവരുടെ ശരീരസ്ഥിതി അനുസരിച്ചും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള യോഗയാണ് അവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏത് പ്രായത്തിലുള്ളവരും ഇന്നത്തെ ഒരു ജീവിത ശൈലി അനുസരിച്ചിട്ട് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് യോഗ. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ അസുഖം വന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാര്യം വെച്ചാൽ ആ അസുഖം വന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു യോഗ ചെയ്യാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായത്. എങ്ങനെയെങ്കിലും എനിക്ക് ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് തോന്നിയതും ഇവിടെ വരാനിടയായതും ഒക്കെ അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വലിയൊരു രോഗാവസ്ഥയെ തന്നെയാണ് മറികടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം നമ്മളോട് ഷെയർ ചെയ്തതിന് മാഡത്തിന് റേഡിയോ ബെൻസിക്കിന്റെ പേരിൽ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ സുഗുണോ ഭവന്തും ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു യോഗയിലെ വിശേഷങ്ങളുമായി സുഗുണോ ഭവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുണോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.